അച്ചൻകോവിൽ യാത്രയിൽ പ്രഭാത ഭക്ഷണത്തിനായി പുനലൂരുള്ള എസ്.എ. ഹോട്ടലിൽ കയറിയപ്പോൾ ഒരു വേറിട്ട കാഴ്ച കണ്ടു. മലയാള സിനിമയിലെ ചില ഹാസ്യ താരങ്ങളുടെ ചിത്രങ്ങൾ ചുമരിൽ വരച്ചിരിക്കുന്നു. കൂടെ ചില രസകരമായ ഭാഷാപ്രയോഗങ്ങളും കണ്ടു. ഒരു കൗതുകകരമായ കാഴ്ചയായി എനിക്ക് തോന്നി. രുചികരമായ ഭക്ഷണം മാത്രമല്ല, കുറച്ച് നല്ല നിമിഷങ്ങൾ കൂടി സമ്മാനിക്കാൻ അവർ ശ്രമിച്ചിരിക്കുന്നുവെന്ന് വേണം ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ. വനം വകുപ്പിൻ്റെ അധീനതയിലുള്ള പ്രദേശത്തു കൂടി മുന്നോട്ട് നീങ്ങി. റോഡ് മോശമാണ്. പുതിയ റോഡ് പണിയുന്നതിന് മെറ്റിലിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് എങ്കിലും സാവധാനം മാത്രമേ ഇതിൽ കൂടി സഞ്ചരിക്കുവാൻ കഴിയുകയുള്ളൂ. റോഡിന് കുറുകെയായി ഒരു കനാല് കണ്ടു. കല്ലട ജലസേചന പദ്ധതിയുടെ കനാലാണ്. ഇതിൽ നിന്നും വെള്ളം താഴേക്ക് ചോർന്നൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ സഹയാത്രികർ. വണ്ടി നിർത്തുവാൻ അവർ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ട് ഏറെ നേരമായതുകൊണ്ട് സൗകര്യപ്രദമായ ഒരു സ്ഥലം കണ്ടപ്പോൾ അല്പനേരം വണ്ടി നിർത്തി. കൂടുതലായും ടെമ്പോ ട്രാവലറുകളെയാണ് ഞാൻ ഈ റൂട്ടിൽ കണ്ടത്. പത്തനാപുരം റേഞ്ച് പുനലൂർ ഡിവിഷൻ അമ്പനാർ മോഡൽ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ മുന്നിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് പോസ്റ്റുകളും ഫോറസ്റ്റ് ഓഫീസുകളും കാണുന്തോറും ഞങ്ങൾക്ക് ആകാംക്ഷ കൂടിക്കൊണ്ടിരുന്നു. എവിടെയെങ്കിലും വന്യമൃഗങ്ങളെ കാണാൻ കഴിയുമോ എന്ന ആകാംക്ഷ. അനധികൃതമായി വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കരുതെന്നും മാലിന്യങ്ങൾ നിക്ഷേപിക്കരുതെന്നും വനനിയമപ്രകാരം ശിക്ഷാർഹമാണെന്നുമുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ പോകുന്ന വഴിയിൽ പലയിടത്തായി സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടു. കോട്ടക്കയംകാവിൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൂടിയാണ് പോകുന്നത്. അച്ചൻകോവിൽ ആറിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം. ക്ഷേത്ര പരിസരത്ത് കൂടി വേണമെങ്കിൽ ആറിൻ്റെ ഭാഗത്തേക്ക് കടക്കുവാനുള്ള വഴി കാണുന്നുണ്ടായിരുന്നു. ആറിൽ വെള്ളം കുറവായത് കാരണം അവിടേക്ക് ഇറങ്ങിയില്ല. മുള്ളുമല എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ ഭാഗങ്ങളിൽ നല്ല റോഡാണ്. ഇതുവരെയുള്ള റോഡുകൾ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. ഈ നല്ല റോഡ് മുന്നോട്ട് എവിടെ വരെ ഉണ്ടാകും എന്നറിയില്ല. ഇതൊരു ജനവാസ മേഖല ആയതുകൊണ്ടായിരിക്കാം ഈ റോഡ് വൃത്തിയായി പണി കഴിപ്പിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായ ഭൂപ്രകൃതിയിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡ് വീണ്ടും മോശമായി. മോശം റോഡിൽ കൂടി സഞ്ചരിക്കുകയാണെങ്കിൽ യാത്രയ്ക്ക് ഒരു സുഖവും തോന്നുകയില്ല. കീറിയ മുള കൊണ്ട് നിർമ്മിച്ച ഒരു വീടും കടയും കണ്ടു. ഒരു മുത്തശ്ശിയും കൂട്ടിന് 2 നായകളും ഇരിപ്പുണ്ട്. അച്ചൻകോവിൽ ആറിനെ വിശാലമായി കാണാൻ സാധിക്കുന്ന ഒരു ഭാഗത്ത് അല്പനേരം വാഹനം നിർത്തി ഇറങ്ങി. ആറിലാകെ ജലക്ഷാമം നേരിട്ടിരിക്കുകയാണ് എങ്കിലും ഈ ഭാഗത്ത് കുറച്ച് വെള്ളമുണ്ട്. ഒരിക്കൽ നിറഞ്ഞൊഴുകിയ പുഴയാണെങ്കിലും ഇപ്പോൾ മെലിഞ്ഞൊഴുകുന്നു എന്ന് മാത്രം. അച്ചൻകോവിൽ ക്ഷേത്രത്തിന്റെ അടുത്ത് വനത്തിനുള്ളിൽ കൂടി അല്പം നടന്നാൽ ആറിലേക്കെത്താം. ക്ഷേത്രത്തിലേക്ക് കയറേണ്ടവർക്ക് കുളിക്കുവാൻ വേണ്ടി വന്നതാണ്. ഇതാണ് അച്ചൻകോവിൽ ക്ഷേത്രം. ക്ഷേത്ര സന്ദർശനം കഴിഞ്ഞ് വീണ്ടും യാത്ര ആരംഭിച്ചു. ഇത് മണലാർ വാട്ടർഫാൾസിന്റെ എൻട്രൻസ് ആണ്. വെള്ളമില്ലാത്തത് കൊണ്ട് ഇവിടെയും ആർക്കും പ്രവേശനമില്ല. കുമ്പാവുരുട്ടി വെള്ളച്ചാട്ടത്തിലും ഇറങ്ങാൻ കഴിഞ്ഞില്ല. ജലക്ഷാമമാണ് കാരണം. അച്ചൻകോവിൽ വനപാതയിലൂടെ മഴക്കാലത്ത് സഞ്ചരിക്കുന്നവർക്ക് കുറച്ചുകൂടി മനോഹരമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. കേരളത്തിന്റെ അതിർത്തി കഴിഞ്ഞാൽ തമിഴ്നാടിന്റെ 2 ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റുകളുണ്ട്. യാത്രക്കാരുടെ വിവരങ്ങളും നമ്മൾ എവിടെ നിന്നും എവിടേക്കാണ് പോകുന്ന എന്ന വിവരവും ഫോൺ നമ്പരും അവർക്ക് നൽകണം. അതിനുശേഷം മേക്കര എന്ന ഗ്രാമത്തിലേക്കാണ് നമ്മൾ ചെന്ന് ചേരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും കാണാം.